പാട്ട് പഠിക്കുക കുഞ്ഞുൻ്റെ അമ്മൻ്റെ ചായ. Guys, let me show you something funny. ആ പശു കാരണം ഇവിടുന്ന് വണ്ടി ബ്ലോക്കായി ഗായ്സ്. കാരണം വണ്ടി ബ്ലോക്കായി. ആ പോയി എത്ര നേരം. അങ്ങനെ നമ്മളെ ഒരു പുതിയ മോർണിംഗ് തുടങ്ങാണ്. What is going on guys? Welcome back to another video. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് കണ്ടില്ലേ പശുവിനെ കൊണ്ടൊരു അടിപൊളി ദിവസമാണ്. എനിക്കൊരു അടിപൊളി ദിവസമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാണ്. സോ ഗൈസ് നമുക്ക് ഇന്ന് അസ്മിൻ്റെ പല്ലിന് ക്ലിപ്പ് ഇടാൻ പോകണം. അതാണ് ഇന്നത്തെ നമ്മൾ മെയിൻ ഗൈസ്. ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ. അസ്മി ഈസ് യൂട്യൂബിൽ ലൈക്ക് അസ്മിൻ്റെ വ്യൂസ് ഇന്നെക്കാളും അടിപൊളിയായിട്ടുള്ള അക്കൗണ്ട് റീച്ച് ആവേണ്ടത്. സോ ഗൈസ് ഗോ ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ. നമ്മളെ അക്കൗണ്ടും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. And keep watching Sultanians. I love you all. We are 100k guys. Silver play button. കൊന്ത്രാം പല്ല് അസ്മിൻ്റെ ക്ലിപ്പിട്ട് ശരിയാക്കും ഇന്ന് നമ്മള്. പല്ലിന്ന് ക്ലിപ്പിട്ട് ശരിയാക്കും. നോക്കട്ടെ ഗൈസ്, അത് നോക്കൂ ഗൈസ്. അതിൻ്റെ മേൽക്കൂടെ ഇനി കമ്പിടും. ചോറ് നമ്മളൊക്കെ പല്ലിൻ്റെ ആ കമ്പിൻ്റെ ഉള്ളിൽ ചോറ് കൊടുക്കൂലേ? അപ്പം എന്ത് ചെയ്യും? റിസ്ക് എടുക്കുന്നത് ആവശ്യമില്ല. ഞങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചത്. എൻ്റെ റൂമിൽ അമലുവിൻ്റെ ബെഡ് ഉണ്ടല്ലോ, അമലുവിൻ്റെ ബെഡിൻ്റെ അടിയിൽ ഒരു പൂച്ച. ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് നീറ്റപ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ പൂച്ച. അപ്പം ഞാൻ വിചാരിച്ചത് ഇതെന്താ ഇവിടെ നിന്നില്ല. അങ്ങനെ അമലുവിൻ്റെ ബെഡ് തുറന്ന് നോക്കിയപ്പോൾ അമലുവിൻ്റെ ബെഡിൻ്റെ ഉള്ളിൽ പൂച്ച പ്രസവിച്ചു. അമലു എന്ത് ഡീലിങ്ങാണ് ചെയ്യണമെന്ന് അള്ളാക്കറിയാം. അമലുവിൻ്റെ ബെഡിൻ്റെ അടിയിൽ എറുമ്പിന് കൂട്ടാം, അതേമാതിരി ഇടയ്ക്കിടയ്ക്ക് മിൽക്കി ബാർ കിട്ടുക, പൂച്ച പ്രസവിക്കുക. അമലുവിൻ്റെ ബെഡിൻ്റെ അടിയിൽ വേറെ തന്നെ ഒരു ലോകമുണ്ട്. അപ്പം ഞങ്ങൾ ആ പൂച്ച പ്രസവിച്ചിനെ പുറത്തു കൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വി ഗോട്ട് സം ക്യൂട്ട് ലിറ്റിൽ കിറ്റൻസ്. ഏയ് ബേബി ഗേൾസ്. ഇത് നോക്കിയാണേ ഗൈസ്, പശോണേ പശോണേ. ഇവിടെ നോക്കിയാ, ആ ഇവിടെ നോക്കിയാ. ഏയ് 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 ഉടുമ്പോട്ട സുൽത്താനിയൻസ്. Ashab Sultanians. What is going on guys? Back in another vlog. എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് ഇവിടെ മൂലക്കൽ നല്ലൊരു ദിവസമാണ്. കുടുങ്ങി, കുപ്പായം കുടുങ്ങി, കുപ്പായം കുടുങ്ങി. കൈവിട് കൈവിട് വിട്. ഹൈ ഹൈ കുടുങ്ങില്ലേ കുടുങ്ങില്ലേ. Guys, we just got a gift. ജസ്റ്റ് തുറന്ന് നോക്കിയിരിക്കുന്ന സാധനം എന്താണെന്നുള്ളത്. പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഹിലിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്നു ഫ്രം ദ ടോയ്സ് ഹബ് ഡോട്ട് ഇൻ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന്. ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സോ യു ഗൈസ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദ ടോയ്സ് ഹബ് ഡോട്ട് ഇൻ. ഗൈസ് വലിയ പാക്കേജാണ്. ഞാൻ ഇത്ര വലിപ്പം പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ എൻ്റെ കൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആഹിൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും അവനക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കണം. മൂപ്പര് പറഞ്ഞ് നമ്മൾ ഈ പല്ല് ശരിയാക്കണം എന്നാണ് ഇവിടുന്ന് ഒരു ചെയ്തുതരാമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പം യു ഗൈസ് ഗോ ആൻഡ് കമൻറ്റ് നമ്മൾ ചെയ്യണോ വേണ്ടത്. ഞാൻ ഇതിൻ്റെ ഒരു സിഗ്നേച്ചറായി വെച്ചതായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുകയാണ് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനേക്കാളും ഭംഗി കൂടുന്നുള്ളത്. അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ നമ്മൾ പല്ല് ശരിയാക്കും. പല്ല് ഡയമണ്ടോ ഇതല്ല വേറെ ഉണ്ട്. എന്തേ നാവളക്കണില്ലേ? ആ തരിക്കുന്നില്ല എനിക്ക്. സംസാരിക്കാൻ പറ്റണില്ല. ഈ ഫോം പിടിച്ചോ. അസ്മിക്ക് സംസാരിക്കാനും പറ്റണില്ല, ഈ ഭാഗം അറിയണമില്ല. ആ ഞാൻ വിചാരിച്ചത് എന്താ ഇവിടെ തൊട്ടോക്കട്ടെ ഒരു മുണ്ട. ഓ ഷിറ്റ്, ഓഞ്ച് മാതിരി എന്താ. അസ്മിനെ കാണാൻ വയസ്സന്മാരെ വരട്ടെ. നോക്കട്ടെ തൊള്ളർന്ന ഈ കാണിച്ച ഈ ചുണ്ടൊന്നും വറക്കാണില്ല കൈസ്. അസ്മിൻ്റെ പല്ലുമേലും ക്ലിപ്പ് ഇടും പൊളി.
ജാസ്മിൻ്റെ ചുണ്ട് അറിയണേ ഇല്ല. എന്നെ കൊണ്ടത് കാണാൻ വയ്യ. ജാസ്മിൻ്റെ പല്ല് അങ്ങനെ പറിക്കുകയാണ്. വേനുണ്ടോ? വേനല്ല ഉണ്ടാ വേനുണ്ടാ? ഇവിടെ അറിയണം കൂടി ഇല്ലേ? പരിപ്പ് കുറച്ച് കൂടുതൽ ഞാൻ ചുണ്ടിൻ്റെ സൈഡിലേക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂട് പരിപ്പ് വരും. ഡോക്ടർമാരെ സമയം വേനുണ്ടോ? വേദനണ്ടായിട്ട് 2-3 മണിക്കൂർ തെക്കുണ്ടാവും. അത് കഴിഞ്ഞിട്ട് മരുന്നുണ്ടാവും, അത് കഴിക്കാം. എവിടെയെങ്കിലും മുറി ആവുകയോ തട്ടുകയുണ്ടെങ്കിൽ നല്ല വേനണ്ട. ഒരു പാട്ട് പഠിക്ക കുഞ്ഞുൻ്റെ അമ്മൻ്റെ ചായ. കഴിയണില്ല എന്ത് സ്ട്രോങ് പല്ലേനാ കേട്ടതാ. അത് പറിച്ചെടുത്ത മഹാൻ ഡോക്ടർ. അസ്മിന്റെ റിയാക്ഷൻ നമുക്ക് കാണണം. ഓളെ സ്വന്തം പല്ല് പറിച്ചത് എങ്ങനെ ഉണ്ടെന്നല്ലേ. എന്താ തോന്നുന്നു? ഓൾക്കേ ഓളോട് തന്നെ പാവം തോന്നുക കേസ്. എന്തല്ലേ ആ വലിയൊരു പല്ല് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പറിച്ച്. സ്ട്രോങ് ആണ്, വലിയ ഇനി അടുത്തത് പറിക്കാനുണ്ട്. അത് നമ്മള് ഒരാഴ്ച കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ അടുത്ത പല്ല് പറിക്കലേ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അടുത്ത പല്ല് പറിക്കാനുണ്ട് ഗൈസ് ഹസ്ബൻഡ്. അപ്പം അതുവരേക്കും ഹസ്ബൻഡിൻ്റെ ഡെന്റിസ്റ്റിനോട് ബൈ ബൈ. മൊത്തം കൺട്രോൾ പോയിക്കണേ. തരിച്ചിട്ടേ അറിയണില്ല, ബാലൻസ് ഒക്കെ പോയിക്കണോളാം ഗൈസ്. ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ നമ്മൾ ചൂടത്ത് ഇങ്ങനെ വന്നാണ്ട് തണുപ്പത്ത് ഇങ്ങനെ കുടിക്കുമ്പം ഇങ്ങനെ ഒരു ജീരക സോഡ ഇങ്ങനെ കുടിക്കുമ്പോൾ തണുപ്പ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഉന്മേഷത്തിനും എല്ലാ കാരണത്തിനായി അങ്ങനെ കുടിക്കാൻ പറ്റാത്ത ഒരാളെ മുന്നിൽ നിന്ന് ഇങ്ങനെ കുടിക്കുമ്പം സോഡ കുടിക്കണതാണ്.